വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. ഓം നമോ ഭഗവതേ വാസുദേവായ നമോ നമോ ഭഗവതേ നാരായണായ നമ. കണ്ണാ ഗുരുവായൂരപ്പ. നമ്മളെല്ലാവരും കണ്ണനെ കാണാനായിട്ട് ഓടിപ്പടഞ്ഞ് കിഴക്കേ ഗോപുരവാതിലെത്തി വേഗം തന്നെ വരിയിലെത്തി എങ്ങനെയെങ്കിലും അകത്തെത്താവുന്ന രീതിയിലേക്ക് ആരെയൊക്കെ വിളിച്ചിട്ടായാലും വേണ്ടില്ല, എത്രയും വേഗം എത്തുക എന്നുള്ള കണ്ടീഷനിൽ വേഗം അകത്തേക്ക് കയറി കഴിയുമ്പോൾ പിന്നെ ആ ഫ്ലൈ ഓവറിലൂടെയൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ണൻ്റെ തൊട്ടടുത്തെത്തി, അകത്തേക്ക് കയറാൻ പോകണു, ശ്രീലകത്തേക്ക് ഞാൻ എത്തുന്നു എന്നുള്ളൊരു തോന്നലായിരിക്കും. വേറൊരു കാര്യവും മനസ്സിലുണ്ടാവില്ല. ബാക്കി കാര്യങ്ങളെല്ലാം മാറി കണ്ണൻ്റെ ഒരൊറ്റ വിചാരത്തിലായിരിക്കും പോകുന്നത്. അവിടെ നിന്ന് നേരെ ഉള്ളിലെത്തി ശ്രീലകത്തിൻ്റെ മുന്നിലെത്തി കഴിയുമ്പോൾ ഒരുപാട് വിരഹങ്ങളും ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം പറയണമെന്ന് ആഗ്രഹിച്ചു പോരുന്ന ഭക്തൻ്റെ മുന്നിൽ കണ്ണൻ ഒരു ചെറുപുഞ്ചിരിയായിട്ട് ഉള്ളിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഒരുപാട് പ്രഭയോടുകൂടി തിളങ്ങുന്ന ആ വിളക്കിൻ്റെ മുൻപിൽ നടുവിൽ അങ്ങനെ വിരാജിച്ച് നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ അവനെ കാണുന്നതോട് കൂടിയിട്ട് കണ്ണിന് ഒരു നിമിഷത്തേക്ക് മാത്രം ആ കാഴ്ച, അതിനുശേഷം ആരും അറിയാതെ ഒന്നും അറിയാതെ നമ്മൾ കണ്ണടച്ച് പോയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഏതൊരു ഭക്തൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. ഒരു നോക്ക് കാണുവാനായി കണ്ണൻ്റെ മുമ്പിലേക്ക് ഓടി പറഞ്ഞ് എത്തിക്കഴിയുമ്പോൾ ആ മുമ്പിലെത്തിക്കഴിയുമ്പോൾ എല്ലാവരുടെയും കണ്ണ് അടഞ്ഞു പോകും. എന്നിട്ടാണ് പ്രാർത്ഥിക്കുക. എന്തുകൊണ്ടാണ്? എന്താണ് അതിന് കാരണം? പ്രാർത്ഥിക്കാൻ മുന്നിലെത്തുന്ന നമ്മളുടെ ശരീരം മാത്രമല്ല, നമ്മുടെ ആത്മാവും കൂടിയാണ്. ആ ആത്മാവിനറിയാം, നമ്മുടെ സ്വത്വത്തിനറിയാം, നമ്മൾക്ക് ഭഗവാനെ നേരിട്ട് കാണണം, നമ്മുടെ കണ്ണുകൊണ്ട് കാണണം എന്നാഗ്രഹിക്കുമ്പോൾ ഭഗവാനറിയാം, അതേപോലെ നമ്മുടെ സ്വത്വത്തിനറിയാം, ഞാൻ വസിക്കുന്നത് നിൻ്റെ ഉള്ളിലാണ്, നിൻ്റെ ഉള്ളിലാണ് ഞാനുള്ളത്. നീ എന്നെ നേരെ നോക്കിയാലല്ല കാണുക അർജുന, ഞാൻ നിൻ്റെ ഉള്ളിലാണുള്ളത് എന്ന് ഭഗവാൻ അന്നേ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഓരോ ഭക്തനോടും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭക്ത, ഞാൻ നിൻ്റെ ഉള്ളിലാണുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കണ്ണുകൾ അറിയാതെ അടച്ചു പോകുന്നത്. കണ്ണാ ഗുരുവായൂരപ്പ.